കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ചോദിച്ചു ആരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട്. സന്തോഷ് പണ്ഡിറ്റുണ്ടെന്ന് പറഞ്ഞു. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ ഇതുവരെ സന്തോഷം കണ്ടിട്ടില്ല, കാരണം ഇത് ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു മുതലല്ലേ. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. സന്തോഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് എന്തും ചെയ്യാനുള്ള ധൈര്യം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തും ചെയ്യാനുള്ള ധൈര്യം. അത് ഞാൻ പറയും, അതൊന്നും ഞാൻ പറയും. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. എന്ത് വരട്ടെ, അതാള് വീട്ടിൽ മതി. എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യമുള്ള ഒരാളാണ്. വടക്കം വീരഗാഥയിലെ മമ്മൂക്കയുടെ റോള് കൊടുത്താലും സന്തോഷമൊക്കെ എന്ന് പറയും. നീ എന്നെ ആക്കല്ലോ. കിരീടത്തിലെ ലാലേട്ട് അഭിനയിച്ച റോള് കൊടുത്താലും ഓ ഒന്ന് നിർത്തണ്ട സാബുവേ, എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല. ചാനലിലൊക്കെ വന്നു കഴിഞ്ഞാല് പുള്ളിക്ക് പുള്ളിയുടേതായ അഭിപ്രായങ്ങൾ വളരെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ പറയും, ഞാൻ ഒരു തണ്ടിനും പേടിയില്ല. ഇനി കറക്റ്റ് ആണോ കറക്റ്റ് അല്ലെന്നൊന്നും പുള്ളി ചിന്തിക്കാറില്ല. അതങ്ങ് പറയുകയാണ്. അതായത് മറ്റുള്ളവർക്ക് അത് സ്വീകാര്യമാണോ അല്ലേന്നൊക്കെ ഉള്ളത് അത് വേറെ വിഷയം. എനിക്കറിയില്ല, ഇവിടെ നിന്ന് എന്റെ കൺട്രോൾ തെറ്റി സാർ പോയിക്കോ. ഞാൻ പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ്. അത് എല്ലാവർക്കും ഒരു കാര്യത്തിന് എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. എന്താ ശരിയല്ല മാവ? ശരിയല്ല. ടേക്ക് ആൻ എക്സാമ്പിൾ. അല്ല സാർ, ഒരു മിനിറ്റ് പറയട്ടെ. തമാശയാക്കാണ്. അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു 100 പാകിസ്ഥാൻ്റെ ആൾ മരിച്ചുവെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും, പക്ഷെ അവർക്ക് ദുഃഖമാണ് വരാം. ഒന്നും മനസ്സിലായില്ല എന്താണ്. കളിയാക്കരുത്, ചേരട്ടെ ഞാൻ തല്ലി പൊട്ടിക്കുന്നു. വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ലി കൊള്ളണ്ടാന്നാ പറഞ്ഞത്. 10 മണിക്കൊരു സ്കൂളിൽ ബെല്ലടിക്കുകയാണെങ്കിൽ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ ഇന്ന് എന്റെ ഒരു ദിവസം തുടങ്ങി എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് പിന്നെ 11 മണിക്ക് അടിക്കുള്ളൂ അല്ലേ? സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ആത്തെടുത്ത് കേട്ടോ സാർ. ഒരു മിനിറ്റ് എനിക്ക് ഒരു 10 മണിക്കാണ് ബെല്ലടിക്കുന്നതെങ്കിൽ ബെല്ലടിക്കുമ്പോൾ ഒരു ടീച്ചർ ഹാപ്പിയാണ്, പക്ഷെ ഒരു കുട്ടികളുടെ പെർസെപ്ഷൻ നാശം. എന്ത് ചീഞ്ഞ കോമഡിയാണ്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് എനിക്ക് സമയം എന്താ? 4 മണിക്ക് ശരിക്കുള്ള മുടിയാണോ? ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ആത്മാർത്ഥതയെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുത് സാർ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.